ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ വിത്ത് യു. പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഗർഭാവസ്ഥയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇതിലൊന്നാണ് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്കുണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വജൈനൽ ഡിസ്ചാർജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. പ്രഗ്നൻസി ടൈമിൽ സാധാരണയായിട്ട് എല്ലാ സ്ത്രീകളിലും കാണുന്ന ഡിസ്ചാർജ് ആണ് വെളുത്തതോ ഇല്ലെങ്കിൽ പാല് പോലെയോ ഉള്ള ഡിസ്ചാർജ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഗർഭധാരണം പുരോഗമിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. ഇതില് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് പ്രഗ്നൻസി ടൈമിലെ വൈറ്റ് ഡിസ്ചാർജ് സാധാരണമാണോ എന്നുള്ളത്. അതിനും കൂടെ ഞാൻ ഇവിടെ തന്നെ ആൻസർ പറഞ്ഞേക്കാം. വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു സാധാരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജും നോർമൽ ആണ്. എന്നാലും ഇതിൽ എന്തെങ്കിലും കളർ ചേഞ്ചോ വേറെ എന്തെങ്കിലും മാറ്റങ്ങളോ കാണുന്ന ടൈമിലാണ് നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത്. അതായത് ഗർഭകാലത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നേർത്തതും വെളുത്തതും ദുർഗന്ധം കുറഞ്ഞതുമാണ്. ഇതൊന്നും അല്ലാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഡിസ്ചാർജുകളാണ് വെളുത്തതും കട്ടിയുള്ളതുമായിട്ടുള്ള ഡിസ്ചാർജ്. ചീസിനോട് സാമ്യമുള്ള വൈറ്റ് വജൈനൽ ഡിസ്ചാർജ് ഒരു ഈസ്റ്റ് അണുബാധയുടെ ലക്ഷണമായിരിക്കാം. ഇത് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ വജൈനൽ പാർട്ടിൽ എന്തെങ്കിലും ചൊറിച്ചിലോ ചുവന്ന തടിപ്പോ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഗ്രേ ഡിസ്ചാർജ്. അല്പം ചാര നിറത്തോടുള്ള ഡിസ്ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ ബാക്ടീരിയൽ വജൈനോസിസ് ഉണ്ട് എന്നതാണ്. ഇത് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തെ അണുബാധയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഗർഭകാലത്തെ ലൈംഗിക ബന്ധത്തിന് ശേഷം ചിലരിലെങ്കിലും ഇത്തരത്തിലുള്ള അണുബാധ ഉണ്ടാകാറുണ്ട്. വളരെയധികം അപകടകരമായ അവസ്ഥ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ചാരനിറത്തിലുള്ള ഇല്ലെങ്കിൽ ഗ്രേ ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടണം. അടുത്തത് പിങ്ക് ഡിസ്ചാർജ്. ഇതെപ്പോഴും അല്പം കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ട ഒന്നാണ്. പ്രഗ്നൻസി പീരീഡിന്റെ തുടക്കത്തിൽ പലരിലും ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് പിന്നീട് കാണുന്നത് അപകടകരമാണ്. എന്നാൽ ഇത് നിങ്ങൾക്ക് പ്രസവം അടുക്കുമ്പോഴും ഈ പിങ്ക് ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട്. എന്നാൽ ചിലരിൽ മിസ്കാരേജ് ആവുന്നതിന് തൊട്ട് മുൻപിലും ഈ പിങ്ക് കളറിലുള്ള ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട്. അവസാനമായിട്ട് പറയുന്നത് ചുവന്ന കളറിലുള്ള ഡിസ്ചാർജിനെ കുറിച്ചിട്ടാണ്. ഇത് എപ്പോഴും ഒരു അപകടകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ചുവന്ന നിറത്തിലുള്ള ഡിസ്ചാർജ്, ബ്ലീഡിംഗ് എന്നിവ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കാണുകയോ ഇല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ പോവുകയോ ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഈ ചുവന്ന കളറിലൊക്കെ ഉള്ള ഡിസ്ചാർജ് ഒക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് ശ്രദ്ധ വേണമെന്ന് പറയുന്ന കാരണം മിസ്കാരേജ് ഒക്കെ ആവുന്നതിന് മുന്നിലും ഇങ്ങനെയുള്ള ഡിസ്ചാർജുകൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും വേഗം തന്നെ നിങ്ങൾ കാണുന്ന ഡോക്ടറെ കാണാനായിട്ട്. ഇവയെല്ലാമാണ് പലതരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജുകൾ. ഇതില് നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ളതും ഉണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കൊടുത്ത് നോക്കേണ്ടതായിട്ടുള്ള ഡിസ്ചാർജുകളും ഉണ്ട്. ഇതിൽ സാധാരണയായിട്ടുള്ള പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.